അനുഭവിച്ചത്. അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് അനുഭവത്തിലേക്ക് വരുന്നു. അപ്പൊ ഹൃദയത്തിലേക്ക് അത് തറച്ചു വരുന്നു. കുറച്ചുകൂടി ആ അഗ്നിയുടെ ചൂടും കൂടി അനുഭവിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് അത് തന്നെയാണ്. നസ്സലഹു അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിലാണ് ഖുർആൻ ഇറക്കിയത് നമ്മൾ, മസ്തിഷ്കത്തിലല്ല. അപ്പൊ ഹൃദയ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കാന ഖുൽഖുൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെല്ലാം തന്നെ ഖുർആന്റെ വ്യാഖ്യാനമായിരുന്നു, ഖുർആനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സാക്ഷ്യം വഹിച്ചതായിട്ട് ആയിഷ റളിയല്ലാഹു തആല സാക്ഷ്യം വഹിച്ചതായി നാം ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് മസ്തിഷ്കത്തിൽ ആടുന്ന പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. ദിക്ർ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അല്ലാഹു അക്ബർ ചൊല്ലി ആടാം. അതും ഇതൊന്നുമല്ലാതെ പരദൈവങ്ങൾ ആരാധിച്ചാടുന്നവരുമുണ്ട്. ഇതിലുള്ള വ്യത്യാസം പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള മതത്തിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതത്തിൽ, ഈസാ നബി കൊണ്ടുവന്ന മതത്തിൽ, അഖില പ്രവാചകന്മാരെ നമ്മൾ പ്രബോധിച്ച മതത്തിൽ ഹൃദയത്തിലാണ് അത് കയറിയിരുന്നത്, മസ്തിഷ്കത്തിലേക്കല്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്ന അനുഭൂതികൾ മസ്തിഷ്കത്തിന്റെ അനുഭൂതികളും നിരന്തരമായി നിലകൊള്ളുന്ന അനുഭൂതികൾ മസ്തിഷ്കത്തിന്റെ സ്വാധീനത്തിൽ ഉള്ളതാണെങ്കിലും ഹൃദയ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് മനസ്സിലാവുന്നു. ഇതാണ് ഹഖുൽ യഖീൻ, ദൃഢജ്ഞാനം അവർക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്ക് ഈ ചർച്ചയെ മറ്റൊരു തരത്തിലൂടെ ഒന്ന് കാണാം. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആയാണ്, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത ഖൽബി അലാ ദീനിക. ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, നീ എൻ്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ തന്നെ നിർത്തണം. അഥവാ ഹൃദയത്തിലാണ് ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ നമ്മുടെ ഈമാന് ശരിക്കും നമ്മുടെ ഹൃദയത്തിലാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് ആ ദുആയിൽ നിന്ന് ഒന്നുകൂടി മനസ്സിലാക്കുക. അതിലൊന്നുകൂടെ രസമുള്ളത്, പിന്നെ ഹൃദയത്തെ എൻ്റെ ദീനിനെ നടത്തി, പിന്നെ ഹൃദയത്തെ എൻ്റെ അല്ലാഹുമ്മ സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ നിലനിർത്തണമേ, നിരന്തരമായി നിലനിർത്തണമേ, സ്ഥിരചിത്തമാക്കണമേ എന്നുള്ള ദുആയുടെ കൂടെ തന്നെ റസൂൽ തിരുമേനി മറ്റൊരിക്കൽ പറഞ്ഞ് കൈ ഇങ്ങനെ കാണിച്ചു, രണ്ട് വിരൽ. ഹൃദയം അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. ഏത് സമയത്തും അത് ശൈത്താനിലേക്ക് വീണു പോകാം, അള്ളാഹുലേക്കും പോകാം. അതെപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, എൻ്റെ ഹൃദയത്തെ നീ വക്രമാക്കരുത്. റബ്ബന ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വിശ്വാസം ലഭിച്ചതിന് ശേഷം വക്രമാക്കരുത് എന്ന് പറഞ്ഞു. മത്സ്യം നേരത്തെ പറഞ്ഞത് ലമ്മ യദ്ഖുലുൽ ഈമാനു ഫി ഖുലൂബിക്കും, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഈമാൻ എവിടെയുള്ളത്? ഹൃദയത്തിലാണ്. അവിടെ പ്രവേശിച്ചിട്ടില്ല, പുറത്ത് നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞു. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലാണ് മുദ്ര വെച്ചെന്ന് ഖുർആൻ പറയുന്നത്. നബി വരികയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് സൂറ അൽ ഗാഫിറിൽ പറയുന്ന ഒരു വചനമുണ്ട്. അതായത് 40-ാമത്തെ അധ്യായത്തിൽ 35-36 വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും പറയുന്നത് കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ, അഹംഭാവിയായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇങ്ങനെയാണ് മുദ്ര വെക്കുക എന്ന്. അപ്പൊ ഖുർആനിൽ ഹൃദയത്തിൽ തട്ടിയ ഈമാനും ഹൃദയത്തിൽ നിന്ന് സ്ഫുരിച്ചു വരുന്ന ആ പ്രകാശത്തിൽ ജ്വലിക്കുന്ന, മസ്തിഷ്കത്തിന്റെ സ്വാധീനത്തോടു കൂടി ജ്വലിക്കുന്ന ഈമാനും അല്ലാത്ത ഈമാനും രണ്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹഖുൽ യഖീനിലേക്ക് നയിക്കുന്നത് ഹൃദയദ്രാളങ്ങളിൽ നിന്ന് വരുന്ന ഈമാനാണ്. അവിടെയാണ് തഖ്വ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തഖ്വ അപ്പോൾ അള്ളാഹുമായിട്ട് ബന്ധം പുലർത്താൻ തന്നത് ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ശൈത്താനെ കയറ്റി വെച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഈ ശൈത്താൻ കയറുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതാണ് തഖ്വ, അതാണ് സൂക്ഷ്മത. ഈ സൂക്ഷ്മത ഉണ്ടോ ഇല്ലേ എന്നുള്ള തെളിവെന്തായിരിക്കും? വാക്കും പ്രവൃത്തിയും ഒന്നായി മാറും. തഖ്വയുടെ ലക്ഷണം അവന്റെ വാക്കും പ്രവൃത്തിയും ഒന്നായി മാറും. മസ്തിഷ്കത്തിന്റെ വ്യവഹാരങ്ങളല്ല, ഹൃദയ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വാക്കുകളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ചർച്ചയെ ഇവിടെ ചുരുക്കിയാണ്. ഇത് നമുക്ക് പിന്നീട് തുടരാം. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് മനുഷ്യന് അള്ളാഹുമായി അടുക്കുന്നതിന് വേണ്ടി ഏറ്റവും സരളമായിട്ടുള്ള ഒരു മാർഗം ആണ് ദീൻ. അതായത് വളവും തിരിവുമില്ലാത്ത ഋജുവായ മാർഗം എന്നാണ് ദീൻ. അത് ഇസ്ലാം നൽകിയിരിക്കുന്നു. അതിന്റെ അർത്ഥം മറ്റു മതങ്ങളും അതല്ല എന്നല്ല. മറ്റു മതങ്ങൾ കാലാകാലങ്ങളിൽ വേണ്ട ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടുള്ളതായിരുന്നുവെങ്കിലും ഒരു ചെറിയൊരു കുട്ടിക്ക് ഒരു കുപ്പായം, കുറച്ച് വലുതാകുമ്പോൾ ഒരു കുപ്പായം, കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഒരു കുപ്പായം, പരിപക്വമായ അവസ്ഥയിലെത്തുമ്പോൾ നല്ല ഒരു ഡ്രസ്സ്, അത് വലിയ മാറ്റങ്ങൾ വരാറില്ല. ഇതേപോലെ മനുഷ്യന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് മനുഷ്യൻ പരസ്പരം ബന്ധമില്ലാതെ ഗോത്രങ്ങളിലും പല വിധത്തിലുള്ള വ്യത്യസ്ത സമൂഹങ്ങളിലും വ്യത്യസ്ത കാലങ്ങളിലും വസിച്ചിരുന്ന ആളുകൾക്ക് ആവശ്യമായ ഗുണങ്ങളും ആവശ്യമായ ദൈവിക ഗുണങ്ങൾ പറഞ്ഞുകൊടുത്ത് അവർക്ക് അനിവാര്യമായിട്ടുള്ള അധ്യാപനങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ എല്ലാ പ്രവാചകന്മാരും പ്രബോധിച്ച അതിൻ്റെ ശാശ്വതമായ സത്യങ്ങളെ മനുഷ്യൻ ഭൗതികമായിട്ടും
ബൗദ്ധികമായിട്ടും ഉള്ള ഒരു പുരോഗതിയിലെത്തുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ഗ്ലോബൽ വില്ലേജായി മാറാനുള്ള ഒരു സാഹചര്യം കിട്ടിയപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രവാചകന്മാരും പ്രബോധിച്ചതിനെ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ മതമായിട്ട് ഇസ്ലാം നമുക്ക് നൽകുന്നു. ആ ദീനിൽ വളരെ സരളമാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ. അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഒരു വിധത്തിലുള്ള ഒരു ദീനിന് നമുക്ക് ലഭിക്കുന്നില്ല. അതിന് ഇവിടെ വേണ്ടത് ഹൃദയത്തിൽ ദീൻ കയറിയ ആളുകൾ ദീനിനെ പറയുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ ദീൻ എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദീനിനെ എടുക്കുന്ന ഹൃദയത്തിലുള്ള ആളുകൾ എടുക്കുകയുമാണ്. അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ പലതും നടക്കുന്നുണ്ട്, അത് മസ്തിഷ്ക വ്യവഹാരങ്ങളാണ്. അതിൻ്റെ അപ്പോൾ നൈമിഷികമായിട്ട് വലിയ ആവേശങ്ങളുണ്ടാവും. ഒരു പക്ഷേ പള്ളിക്ക് കുറെ പണമൊക്കെ സ്വരൂപിക്കാൻ കഴിഞ്ഞെന്ന് വരും, അതല്ലെങ്കിൽ താൽക്കാലികമായി ദിക്റിൽ കണ്ണീര് വന്നെന്ന് വരും. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ഉയരുന്ന നാദവും ഹൃദയാന്തരാളങ്ങളിൽ ഉൾക്കൊള്ളുന്ന സമൂഹവും വേണം. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള 1,24,000 അമ്പിയാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ വിരളതയാണ് ഇന്ന് മതലോകത്ത് അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്നുള്ളതാണ് വാസ്തവം. ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് വരുന്ന ആ ദീൻ ഹൃദയരക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ എല്ലാ സിരകളിലും ഓടുന്ന ദീൻ, എല്ലാ സെല്ലുകളിലും എല്ലാ അണുക്കളിലും പ്രവർത്തിക്കുന്ന ദീൻ. ആ ദീനാണ് യഥാർത്ഥത്തിൽ ഹഖുൽ യഖീൻ, ദൃഢജ്ഞാനത്തിലേക്ക് എത്തുന്നത്. മസ്തിഷ്കത്തിൽ മാത്രമുള്ളത് അനുമാനജ്ഞാനത്തിലേക്കോ അതല്ലെങ്കിൽ അതിനടുത്ത പടിയിലേക്കുള്ള പ്രയാണത്തിന്റെ കവാടത്തിലേക്കോ എത്താം. പക്ഷെ അനുമാനജ്ഞാനത്തിൽ നിന്ന് ഇൽമുൽ യഖീനിൽ നിന്ന് അടുത്ത ഗോചരജ്ഞാനം ഐനുൽ യഖീനിലെത്തി അതിനുശേഷം ഹഖുൽ യഖീനിലേക്ക് ഉള്ളൊരു പ്രയാണമാണ്. ആ ദൃഢജ്ഞാനം അള്ളാഹുവിനെ കുറിച്ച് കിട്ടണം. ഇപ്പോൾ പാമ്പുണ്ട് മാളത്തിലെന്ന് കരുതി പാമ്പിനെ തൊടാത്തതുപോലെ പാപത്തിന് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടും, അള്ളാഹു കാണുന്നു എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അതൊരു തടസ്സമായി നിൽക്കും എന്ന് മനസ്സിലാക്കി നാം ആ പാപത്തിൽ നിന്ന് വിലങ്ങി നിന്ന് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് വരണം. ഈ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് ചില മാർഗദർശനങ്ങൾ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് മത്സരം എങ്ങനെയാണ് ആ മാർഗദർശനം, അത് നമ്മളെ ആരെയാണ് പിൻപറ്റേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു കാര്യം വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു എന്ന് വിശദീകരിച്ചാൽ കുറച്ചുകൂടി ഇത് വ്യക്തമാകുമെന്ന് തോന്നുന്നു. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് ഗുണപ്രദമായിട്ടുള്ള ഈ വിഷയത്തിലേക്ക് പ്രത്യേകം നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന നിരവധി വചനങ്ങളുണ്ട്. അതിലൊരു വചനം ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നതാണ്. അതായത് ആരാണോ തൻ്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുന്നത് വഹു മുഹ്സിൻ, അവൻ മുക്തനാണ്, അവൻ മോക്ഷപ്രാപ്തനാണ്. അവനെ സംബന്ധിച്ച് അള്ളാഹു പറയും ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി, അവൻ്റെ പ്രതിഫലം അവൻ്റെ റബ്ബിൻ്റെ പക്കലുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല, അവരൊരു കാര്യത്തിലും വിഷമിക്കുകയില്ല. എന്ന് മാത്രമല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നേരത്തെ മൗലവി പറയേണ്ട കാന ഖുലുഖുൽ ഖുർആൻ, ഇതിന് മാതൃകയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു ഖുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നീ പറയുക നിശ്ചയമായും എൻ്റെ നമസ്കാരവും എൻ്റെ പരിത്യാഗവും അതുപോലെ എൻ്റെ ജീവിതവും അതുപോലെ എൻ്റെ മരണവും എല്ലാം സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. അപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ മാതൃകയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതായത് അള്ളാഹുവിനെ സന്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായ മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ പിന്നെയും പറയുന്നു കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹം കാക്ഷിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നബിയെ നിങ്ങൾ പിൻപറ്റണം, അപ്പോഴാണ് അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുക എന്നും പറയുന്നു. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇത് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് ഈ ആത്മീയമായ അവസ്ഥ കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദൈവ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഒരേ ഒരു മാർഗമാണ് അള്ളാഹു താല ഈ കാലത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാർഗമാണ്. ഈ മാർഗം മുമ്പേ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പരിപൂർണത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് പൂർത്തിയായിട്ടുള്ളത്. നബി തിരുമേനിയെ പിൻപറ്റലാണ് ഇന്ന് ആ ദൈവസാമീപ്യം കിട്ടാൻ എളുപ്പത്തിലുള്ള മാർഗം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കാര്യം വളരെ വ്യക്തമായിട്ട് വരികയാണ്. വിശദീകരിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള പിക്ചർ നമ്മുടെ മുമ്പാകെ എത്തുകയാണ് ചെയ്തത്. അതായത് അള്ളാഹുവിനെ സന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ലിഖാ ആഗ്രഹിക്കുന്ന ആളുകൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്തുൻ ഹസന ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. വേറെ ഒരാളുടെ മാതൃകയിലും ഇല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇന്നതാണ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു തന്നാൽ അത് നമുക്ക് എടുക്കാം. വേറെ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവും ആർക്കും തന്നെയില്ല. അതിന് എത്ര വലിയ ഇമാമായാലും ശരി, എത്ര വലിയ ഖുതുബായാലും ശരി, എത്ര വലിയ ഷെയ്ഖായാലും ശരി, ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന സംഗതി, നീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹുവിന്റെ മഹബത്ത് നിനക്ക് കിട്ടും. അതും പിന്നെ അങ്ങനെയുള്ള കാര്യത്തിൽ ഇവിടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാനാണ് എൻ്റെ നമസ്കാരവും എൻ്റെ പിന്നെ പരിത്യാഗവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം അള്ളാഹുവിന് സമർപ്പണം ചെയ്താണ്. ഒബിദാലിക ഉമിർത്തു, അതിന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് ഏറ്റവും ആദ്യത്തെ മുസ്ലിം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയല്ലാതെ വേറെ ഒരു മനുഷ്യനെ പിൻപറ്റിയാലും ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരിക്കലും നമുക്ക് അള്ളാഹുവിന്റെ സായുജ്യം, അള്ളാഹുവിന്റെ സാമീപ്യം കരകരമാകാൻ സാധ്യമല്ല. വേറെ ഒരു ആലിമിനെ പിൻപറ്റിയിട്ടും കാര്യമില്ല, ഒരു ഖുതുബിനെ പിൻപറ്റിയിട്ടും കാര്യമില്ല, ഏത് ഷെയ്ഖിന്റെ പിന്നാലെ പോയിട്ടും കാര്യമില്ല. നമുക്ക് ആ ഷെയ്ഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു തന്നാൽ പിൻപറ്റാം. അല്ലാതെ ഷെയ്ഖിന്റെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാൻ നിവൃത്തിയില്ല. ഇനി ഇക്കാര്യത്തിലുള്ള ഒരു കാര്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയെ നമുക്ക് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സുന്നത്തുകൾ പലതും നമുക്ക് കിട്ടും. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനവും അതിന് പ്രചോദനം നൽകിയുന്ന മറ്റ് ചില പ്രാർത്ഥനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മത്സരം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇസ്തിഗ്ഫാർ അഥവാ പാപവൃത്തിക്ക് വേണ്ടി എപ്പോഴും അർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു മജ്ലിസിൽ നിന്ന് അഥവാ ഒരു സദസ്സിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്ന സമയത്ത് പോലും ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു, കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. നമസ്കാരം കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിലൂടെയും അതുപോലെ തന്നെ ദുആ, വളരെ അധികമായി ദുആകൾ ചെയ്തിരുന്നു. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയാണ്. അവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നേരങ്ങളിൽ നമസ്കരിക്കുന്നു, ആ നമസ്കാരത്തിൽ നീണ്ട ദുആ ചെയ്യുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ സഹാബികൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, റസൂലുള്ളാഹിന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂൽ തിരുമേനിയുടെ നമസ്കാരം അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചോ നിങ്ങൾ ചോദിക്കരുതെന്നാണ്. അത്രയും ദൈർഘ്യമുള്ള മനോഹരമായ നമസ്കാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം. അതിലൊക്കെ തന്നെ ദുആയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സഹാബി റിവായത്ത് ചെയ്യുന്നത്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടില്ല, ഞാൻ തിരിഞ്ഞു നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസ്ത്രം വീണ് കിടക്കുന്നത് പോലെ, ഒരു വെളുത്ത തുണി വീണ് കിടക്കുന്ന പോലുള്ള അവസ്ഥയിലാണ് റസൂലുള്ളാഹിനെ ഞാൻ കണ്ടത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നീണ്ട ദുആയിലാണ്. ഞാൻ വിചാരിച്ചു പോയി റസൂലുള്ളാഹിന്റെ റൂഹിനെ അള്ളാഹു പിടിച്ചു പോയോ, റസൂലുള്ളാഹ് മരിച്ചുപോയി, ജീവൻ വേർപെട്ടു പോയോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ദുആയും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായി ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം പലർക്കും തോന്നാറുള്ളത്, പലരും പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റ് ചെയ്തത് കൊണ്ടാണോ ഇസ്തിഗ്ഫാർ കൂടുതലായി ചെയ്തിരുന്നത്? അത് പലരും അങ്ങനെ തെറ്റായി തന്നെ മനസ്സിലാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ആൾക്കാർ പോലും ഇത് ഉദാഹരണമായി പറയാറുണ്ട്. അപ്പോൾ എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗ്ഫാർ? അത് ഒന്ന് വിവരിച്ചാൽ അവിടെ വന്നാൽ. ഇവിടെ പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗമിക്കലാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സായുജ്യം അടയുന്നതിന് യഥാർത്ഥത്തിലുള്ള മാർഗം, സർവസമ്പൂർണമായിട്ടുള്ള മാർഗം. ഇതിൽ രണ്ട് കാര്യങ്ങൾ മത്സ വിശദീകരിച്ചതിൽ ഒന്ന്, അധികമായിട്ട് പ്രാർത്ഥന എന്തിന് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കിട്ടുമോ? വെറുതെ വായിൽ പറയലാണോ പ്രാർത്ഥന? അതാണോ യഥാർത്ഥത്തിൽ? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ലോജിക്കായിട്ടും അതിൻ്റെ പ്രമാണപരമായിട്ടും ബുദ്ധിപരമായിട്ടും ആ കാര്യം മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ ചോദ്യം ആദ്യം ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ നിർത്തിയത്.
ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഊദു ബില്ലാഹി മിൻ ദാലിക് സുമ്മ നഊദു ബില്ലാഹി മിൻ ദാലിക്, ഞാൻ അള്ളാഹുവിനെ അതേ കാര്യത്തിൽ ശരണം പ്രാപിക്കുന്നു, റസൂലുള്ള തെറ്റ് ചെയ്തു